വില്ലനിസത്തിന്റെ സമസ്ത ഭാവങ്ങളും വാരി വിതറി ഇങ്ങനെ ഒരു വേഷപ്പകർച്ചയിൽ പ്രേക്ഷകർ ഇതേവരെ മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ടാവില്ല. വേറിട്ട അഭിനയ മുഹൂർത്തങ്ങൾക്കും കഥാപാത്രങ്ങൾക്കും വേണ്ടി ദാഹിക്കുന്ന മമ്മൂട്ടിയിലെ നടന് സംവിധായകൻ ജിതിൻ കെ ജോസ് സമ്മാനിച്ച ഉജ്ജ്വല വില്ലൻ. അതാണ് കളങ്കാവലിലെ സ്റ്റാൻലി ദാസ്. എന്നാൽ എങ്ങനെ ഉണ്ടാവും ഒരു വില്ലൻ? തുടക്കം മുതൽ ഒടുക്കം വരെ വില്ലനിസത്തിന്റെ ഗ്രാഫ് മേലേക്ക് തന്നെ വരച്ചു നീട്ടുന്ന അപൂർവ കഥാമുഹൂർത്തങ്ങളുടെ ഘോഷയാത്ര. ഇനി ഒരാൾക്ക് മമ്മൂട്ടിയെ ഇതുക്കും മേലെ വില്ലനായി അവതരിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കാഴ്ചകളും കാര്യങ്ങളുമാണ് ജിതിനും ജിഷ്ണുവും ചേർന്ന് പടച്ചുവിട്ടിരിക്കുന്നത്. ഒരു പ്രാദേശിക കലാപത്തിന്റെ അന്വേഷണത്തിനിടെ അന്വേഷണ സംഘം ചില സ്ത്രീകളെ കാണാതാവുന്ന കേസുകളിലേക്ക് എത്തിപ്പെടുകയാണ്. അത്തരം കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളവരാണ് വിനായകൻ അവതരിപ്പിക്കുന്ന ജയകൃഷ്ണനും ജിബിൻ ഗോപിനാഥിന്റെ ആനന്ദും. തുടർന്ന് അവരെത്തിപ്പെടുന്ന ഞെട്ടിക്കുന്ന സംഭവ പരമ്പരകളിലൂടെയാണ് കളങ്കാവൽ യാത്രകൾ. വാസ്തവത്തിൽ ദാരികനെ തേടി ഭദ്രകാളി നടത്തുന്ന ഒരു യാത്രയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു ചടങ്ങാണ് കളങ്കാവൽ. ഈ സിനിമയിലുമുണ്ട് ദാരികനും ഭദ്രകാളിയും. ദാരികനെ തേടിയുള്ള ഭദ്രകാളിയുടെ യാത്രകളുമുണ്ട്. കഥാന്ത്യം വലിയൊരു സസ്പെൻസാണ്. അതൊരു ട്വിസ്റ്റുമുണ്ട്. അതൊക്കെ തിയേറ്ററിൽ കണ്ട് അറിയുന്നതല്ലേ ഇത്രയിൽ. ഏതൊരു മനുഷ്യനും ആനന്ദം കണ്ടെത്താൻ ചില വഴികളുണ്ടാവും. ചിലത് നല്ല വഴികളാകും, ചിലത് മോശം വഴികളും. ഒരിക്കൽ ഇരുണ്ട വഴിയിലൂടെ ആനന്ദം കണ്ടെത്തിയാൽ പിന്നീട് അത് ശീലമാകും, അതൊരു സുഖമാകും. ജന്മന അത്തരം മോശം ശീലങ്ങളുടെ ജീനുകൾ കൂടെ ഒരാളുണ്ടെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. അത്തരം ആനന്ദങ്ങൾ അത് ചെയ്യുന്നയാൾക്ക് ത്രില്ലാകുമ്പോൾ പൊതുസമൂഹത്തിൽ അത് അറിയപ്പെടുക ക്രൈം എന്നാവും. സ്വന്തം ആനന്ദപൂർത്തിക്കായി ക്രൈമുകളിലൂടെ നിരന്തരം സഞ്ചരിക്കുന്ന കഥാപാത്രമാണ് കളങ്കാവലിലെ മമ്മൂട്ടിയുടെ സ്റ്റാൻലി ദാസ്. പക്ഷെ വില്ലനിസം എത്രമേൽ കളം നിറഞ്ഞാലും നീതിയുടെ കാവലാൾ അധർമ്മത്തിന് പിന്നാലെ ഉണ്ടാവും. മനുഷ്യജീവിതം എന്ന കളത്തിന് കാവലായി നിൽക്കുന്ന ജയകൃഷ്ണൻ എന്ന പോലീസ് ഓഫീസറുടെ വേഷത്തിലെത്തുന്നത് നടൻ വിനായകൻ. നായകവേഷം അതിന്റെ എല്ലാവിധ നിർവചനങ്ങളെയും ആഘോഷിക്കുന്ന രീതിയിൽ നിറഞ്ഞാടാൻ വിനായകൻ അവസരമൊരുക്കിയ കഥാപാത്രം. സ്റ്റാൻലി ദാസ് മമ്മൂട്ടിയുടെ കരിയറിൽ എന്നതുപോലെ തന്നെ ജയകൃഷ്ണൻ വിനായകന്റെ നടന ജന്മത്തിന് പുതിയ അർത്ഥങ്ങളും നിറങ്ങളും സമ്മാനിക്കുകയാണ്. വില്ലനിസത്തിന്റെ ഉന്മാദ രസങ്ങളിൽ അഴിഞ്ഞാടുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് മുന്നിൽ പേരിനൊരു നായകനല്ല വിനായകന്റെ ജയകൃഷ്ണൻ. അതിന്റെ നിറഭേദങ്ങളും രസച്ചാർത്തകളും സിനിമ കണ്ടു തന്നെ അറിയണം. DS ഇറയിലെ മധുസൂദനൻ പോറ്റിക്ക് ശേഷം തികച്ചും സ്വാഭാവികമായി കഥാപാത്രത്തിലേക്ക് കയറി വിളങ്ങുന്ന സ്ക്രീൻ പ്രസൻസ് അനുഭവിപ്പിക്കുന്ന ജിബിൻ ഗോപിനാഥ് എന്ന നടന്റെ ആനന്ദ് എന്ന ത്രൂ ഔട്ട് പോലീസ് വേഷമാണ് കളങ്കാവലിലെ മറ്റൊരു തിളക്കം. 20-ലധികം നായികമാർക്കൊപ്പമാണ് മമ്മൂട്ടി ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അത് അത്തരമൊരു റെക്കോർഡിന് വേണ്ടിയുള്ള കാസ്റ്റിംഗ് അല്ല. ശ്രുതി രാമചന്ദ്രൻ മുതൽ ഗായത്രി അരുൺ വരെ നീളുന്നു ആ ലിസ്റ്റ്. കഥ ആവശ്യപ്പെടും വിധമുള്ള കാസ്റ്റിംഗ് ആണത്. അതും മലയാള സിനിമാ ചരിത്രത്തിന്റെയും മമ്മൂട്ടി കമ്പനിയുടെയും ഭാഗമാവുകയാണ്. ഇത് സയനൈഡ് മോഹന്റെ കഥയാണെന്ന മട്ടിൽ ചില കഥകൾ കുറെ നാളുകളായി പ്രചാരത്തിലുണ്ടായിരുന്നു. പക്ഷെ കളങ്കാവൽ പറയുന്നതും പൂർണ്ണമായും സയനൈഡ് മോഹന്റെ കഥയല്ല. ആ സംഭവം ഈ സിനിമയ്ക്ക് പ്രേരണയായി എന്നത് വ്യക്തം. ഇതിലുമുണ്ട് ചില സയനൈഡ് പ്രയോഗങ്ങൾ. പക്ഷെ ആ സംഭവം തന്നെയാണ് ഇതെന്ന് കരുതി ഈ സിനിമ തിയേറ്ററിൽ മിസ് ചെയ്താൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാകും. ഇത് മറ്റൊരു കഥയാണ്. തുടക്കവും ഒടുക്കവും കഥാപശ്ചാത്തലവും ഒന്നും സയനൈഡ് മോഹൻ സംഭവം പോലെയല്ല. ഇന്നാട്ടിലെ ധാരാളം ക്രൈം സംഭവങ്ങളിൽ നിന്നുള്ള പല ആശയങ്ങളും ഈ സിനിമയിലുണ്ട്. അതിലൊന്നു മാത്രമാണ് സയനൈഡ് മോഹൻ സംഭവം. ചിലർ ആനന്ദം കണ്ടെത്തുന്ന വഴികൾ എന്ന 1-ാം അധ്യായം മുതൽ കൊലവറി എന്ന 8-ാം അധ്യായം വരെ നീളുന്നു കളങ്കാവൽ കാഴ്ചകൾ. റെഡ് ബാഗ് സോങ്ങിൽ തുടങ്ങി നിലാക്കായും, എൻ വൈകൈ, അന്തിമാലൈ, നീ മലർകളിൽ എന്നീ തമിഴ് ഗാനങ്ങളിലൂടെ സസ്പെൻസും ത്രില്ലും വാരി വിതറിയൊഴുകുന്ന കഥാസഞ്ചാരം. ഒരു ഘട്ടത്തിൽ പ്രവചനാതീതമാകുന്ന അല്പം ടെൻഷൻ അടിപ്പിക്കുന്ന കഥാമുഹൂർത്തങ്ങൾ. കഥാവഴികളിലൂടെ നിരന്തരം തെന്നി നീങ്ങുന്ന സ്റ്റാൻലിയുടെ കാറിനും സ്റ്റാൻലി നിരന്തരം റേഡിയോയിൽ കേൾക്കുന്ന നൊസ്റ്റാൾജിക് തമിഴ് ഗാനങ്ങൾക്കും കഥയിലും അന്വേഷണ വഴികളിലും പ്രാധാന്യമുണ്ടോ എന്നതും സിനിമ കണ്ടു തന്നെ അറിയണം. വിനായകൻ പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട സസ്പെൻസും സിനിമ കണ്ടു തന്നെ അറിയുന്നതാണ് രസം. കളങ്കാവൽ വിചിത്രമായൊരു യാത്രയുടെ കഥ കൂടിയാണ്. കുടുംബസ്ഥരാണ് നായകനും വില്ലനും. കുടുംബങ്ങളുടെ സൗരജീവിതം തകർക്കുന്ന ഒരു സൈക്കോ കില്ലറെ തേടിയുള്ള യാത്രയാണത്. അരികത്തുണ്ടെങ്കിലും അയാൾ തിരിച്ചറിയപ്പെടുന്ന മുഹൂർത്തത്തിലേക്കുള്ള യാത്രയാണത്. ആ യാത്രയിൽ ഒട്ടും ലാഗടിപ്പിക്കാതെ പ്രേക്ഷകരെ അതിലേക്ക് വലിച്ചടിപ്പിക്കുന്നത് നിഗൂഢതകളുള്ളൊരു കാറും അതിന് പിന്നാലെ പായുന്ന ഒരു ജീപ്പും തമിഴ്നാടിന്റെ ഇതുവരെ കാണാത്ത നിരത്തുകളും വരണ്ട ഗ്രാമ പശ്ചാത്തലങ്ങളും നിലാക്കായും വെളിച്ചം പോലുള്ള തമിഴ് പാട്ടുകളും മുജീബ് മജീദിന്റെ ത്രില്ലടിപ്പിക്കുന്ന സംഗീതവും ഒക്കെയാണ്. കുഞ്ചൻ, കൊല്ലം തുളസി തുടങ്ങി ഒരു നിര ആർട്ടിസ്റ്റുകളെയും കഥാവഴിയിൽ കണ്ടുമുട്ടാം. സിഗരറ്റ് കടിച്ചു പിടിച്ചും അത് ചുണ്ടിൽ റോൾ ചെയ്തും വല്ലാത്തൊരു നോട്ടത്തിലും ചിരിയിലും തുടങ്ങിയതാണ് കളങ്കാവൽ വർത്തമാനങ്ങൾ. തുടക്കം മുതൽ അവസാനത്തെ സീൻ വരെ കില്ലിംഗ് അഡിക്ഷൻ രക്തത്തിലറിഞ്ഞ ഒരു സാധാരണ മനുഷ്യന്റെ വല്ലാത്തൊരു കഥയാണത്. അത്തരമൊരു അഡിക്ഷനുമായി കളം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാമൂഹിക ഭീഷണിയെ, മനുഷ്യനെന്നുകൂടി വിളിക്കാനാവാത്ത ഒരു ദുഷ്ടജന്മത്തെ തളയ്ക്കാൻ ക്ഷമയോടെ തന്ത്രങ്ങളുമായി പിന്നാലെ കൂടിയ നത്ത് ജയകൃഷ്ണൻ എന്ന പോലീസ് ഓഫീസറുടെ കഥയാണ് വാസ്തവത്തിൽ കളങ്കാവൽ. കഥ തീരുമ്പോൾ ആരാവും കളത്തിൽ ശേഷിക്കുന്നതെന്നും കളം നിറഞ്ഞാടുന്നതെന്നും അറിയാൻ ധൈര്യമായി ടിക്കറ്റ് എടുക്കാം. മമ്മൂട്ടിക്ക് ഇതുക്കും മേലെ ഒരു വില്ലനെ കൊടുക്കാൻ ഇനി എത്രമേൽ ഉറക്കമിളക്കേണ്ടി വരും നമ്മുടെ തിരക്കഥാ എഴുത്തുകാരും സംവിധായകരും.